സലഫുകൾ. അവരാണ് സലഫുകൾ. സലഫിയത്തിലാണ് അവർ. രണ്ടാമത്തത് ജഹാലത്താണ്. എവിടാണ് ജഹാലത്ത് തുടങ്ങിയത്? ചരിത്രത്തിൽ ആദ്യമായി അള്ളാഹു അല്ലാത്തവരെ, അള്ളാഹു അല്ലാത്ത വ്യക്തിയെ, ശക്തിയെ സ്വന്തം വിഷയത്തിൽ ഇടപെടിപ്പിക്കുകയും ഒന്നിക്കൽ അള്ളാഹ്ക്ക് സഹായിയായിട്ട്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വസീരായിട്ട്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഷഫീയായിട്ട്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഷരീക്കായിട്ട്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് നിദ്ദായിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഒരു വ്യക്തിയെ ലൈറ്റും കെടുത്തി ഇരുട്ടത്ത് വിളിച്ചത് ഒരു വ്യക്തിയാണ്. ആരാ? യാ അലി. ഷിയാക്കളായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു ദാസനെ ഇരുട്ടത്തിൽ ലൈറ്റും കെടുത്തി വെച്ച് നടത്തിയ കുത്തുബിയത്ത്, ആദ്യത്തെ കുത്തുബിയത്ത് യാ അലി കുത്തുബിയത്താണ്. അവരെ വിളിച്ചു. വേദനകൾ വരുമ്പോൾ യാ അലി എന്ന്, നോവുകൾ വരുമ്പോൾ യാ അലി എന്ന്, പെണ്ണ് പ്രസവിക്കാൻ കിടക്കുമ്പോൾ യാ അലി എന്ന് വിളിച്ചു അവർ. കുട്ടിക്ക് രോഗം വന്നപ്പോൾ യാ അലി എന്ന് വിളിച്ചു അവർ. പുരോഹിതന്റെ നേതൃത്വത്തിൽ വീട്ടിന്റെ ഉള്ളിൽ ഇരുട്ടത്തിൽ ലൈറ്റും കെടുത്തിട്ട് അവർ 1000 തവണയല്ല 10,000 തവണ അലിനെ വിളിച്ചു അവർ. അവരെ പ്രശ്നത്തിൽ അവർ അലിയെ ഇടപെടിപ്പിച്ചു. അലി അള്ളാന്റെ അവതാരമാണെന്ന് പറഞ്ഞു അവർ. അലി അള്ളാന്റെ പകരക്കാരനാണെന്ന് പറഞ്ഞു അവർ. അലി അള്ളാന്റെ വലിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ സ്വന്തക്കാരനായതുകൊണ്ട് കാര്യങ്ങൾ ഇടപെടാൻ അലിയെ കൊണ്ട് കഴിയുമെന്നവർ പറഞ്ഞു. അങ്ങനെ അവർ ആണും പെണ്ണും അലിയെ വിളിച്ചു. കുട്ടികളും വലിയവരും അലിയെ വിളിച്ചു. ഹജ്ജിന്റെ വേളയിലും അള്ളാഹ് വിളിക്കുന്നതിന് പകരം അവർ യാ അലി എന്ന് വിളിച്ചു. തവാഫിൽ അവർ യാ അലി എന്ന് വിളിച്ചു. അറഫയിൽ അവർ യാ അലി എന്ന് വിളിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മഹാനെ അള്ളാഹുവിന്റെ ഇടപെടലിന് പകരം വ്യക്തികളുടെ ഇടപെടലിന് വേണ്ടി ആദ്യമായിട്ട് ഈ ഉമ്മത്തി വിളി കേട്ടത്, ആദ്യമായിട്ട് ഈ സമുദായത്തിൽ നടന്ന കുത്തുബിയത്ത് യാ അലി കുത്തുബിയത്താണ്. കാലം മുന്നോട്ട് നീങ്ങി. അടുത്ത തലമുറ വന്നു. അടുത്ത തലമുറ അലിയിനെ മാറ്റി പകരം ഹുസൈനെ കൊണ്ടുവന്നു. പിന്നെ വിളിച്ചത് യാ ഹുസൈൻ എന്ന്. പിന്നെ വിളിച്ചത് യാ ഹുസൈൻ എന്നാണ്. അവർ അലമുറയിട്ട് വിളിച്ചു യാ ഹുസൈൻ. കത്തി കൊണ്ടും വാളുകൊണ്ടും ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് അവർ വിളിച്ചു യാ ഹുസൈൻ. ചെറിയ കുഞ്ഞു മക്കളെ ബ്ലേഡ് കൊണ്ട് നെഞ്ചത്ത് കീറിയിട്ട് അവർ വിളിപ്പിച്ചു യാ ഹുസൈൻ. അള്ളാഹുവിന്റെ വലിയാണ് ഹുസൈൻ. അള്ളാഹ്ക്ക് പകരക്കാരനാണ് ഹുസൈൻ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, 1100 കൊല്ലം പഴക്കമുണ്ട് ഈ ബിദ്അത്ത് വിളിക്ക്. 1100 കൊല്ലം പഴക്കമുണ്ട് ഈ ബിദ്അത്ത് വിളിക്ക്, കുഫറിന്റെയും ശിർക്കിന്റെയും വിളിക്ക്. അന്നവർ എഴുതി വെച്ചു. അടുത്ത കാലം വരെയും കേരളക്കാരായ നാം അത് ഏറ്റുചൊല്ലി. പേർഷ്യൻ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഷിയായിസം കയറ്റുമതി ചെയ്യപ്പെട്ടു ഇന്ത്യയിലേക്ക്. അതിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് എവിടെയാണെന്നറിയുമോ? കേരളത്തിലാണ്. 1000 കൊല്ലം 1100 കൊല്ലം പഴക്കമുള്ള ബിദ്അത്തിന്റെ നെടും കോട്ടകളുണ്ട് കേരളത്തിൽ. 1000ഓളം കൊല്ലം പഴക്കമുള്ള ശിർക്കിന്റെ നെടും കോട്ടകളുണ്ട് കേരളത്തിൽ. 700 കൊല്ലം 800 കൊല്ലം പഴക്കമുള്ള ബെയ്ത്തുകൾ, മൗലൂദിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ പറ്റും. വലിയ വലിയ തറവാട്ടുകാരന്റെ വീട്ടിന്റെ വാതിലിന്റെ മേലെ അവരെഴുതി വെച്ചു. അന്ന് യാ അലി യാ ഹുസൈൻകാർ പഠിപ്പിച്ച വാക്യങ്ങൾ എന്താണത്? ലീ ഖംസത്തുൻ ഉത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർത്തദ വബിനാഹുമാ വൽ ഫാത്തിമ. ആരുടെ വകയാണ്? ഒരു സുന്നത്തുൽ ജമാഅത്തിന്റെ വകയാണോ? ആദ്യത്തെ 1ാം തലമുറയുടെ വകയാണോ? 2ാമത്തെ തലമുറയുടെ വകയാണോ? 3ാമത്തെ തലമുറയുടെ വകയാണോ? ഇല്ല, സലഫിയത്തിന്റെ വകയല്ലാതെ അത് ജഹാലത്തിന്റെ വകയാണ്. എന്താണ് അർത്ഥം? ലീ ഖംസത്തുൻ, എനിക്ക് 5 അവതാരങ്ങളുണ്ട്. എനിക്ക് 5 അവതാരങ്ങളുണ്ട്. ഉത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹാതിമ, കടുകടുത്ത വബാഉദ്ദീനം, പകർച്ചവ്യാധി, വസൂരി പോലെയുള്ള രോഗം, പ്ലാഗ് പോലെയുള്ള രോഗം പിടിപെട്ടിട്ട് ഞാൻ അതിന്റെ ചൂട്ടിൽ കരിഞ്ഞൊടുങ്ങുമ്പോൾ എന്നെ തണുപ്പിക്കാൻ എനിക്ക് 5 അവതാരങ്ങളുണ്ട്. അൽ മുസ്തഫ, ഒരാള് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. 2 വൽ മുർത്തദ, അലിയാണ്. 3, 4 വബിനാഹുമ, അവർ 2 ആമക്കളായ ഹസനും ഹുസൈനുമാണ്. വൽ ഫാത്തിമ, അവരുമ്മയായ ഫാത്തിമയാണ്. ആരെ വകയാ സുഹൃത്തുക്കള്? റസൂലുള്ളാഹിയെ പഠിപ്പിച്ചതോ? ഖലീഫമാരെ പഠിപ്പിച്ചതോ? 1ാമത്തെ തലമുറ പഠിപ്പിച്ചതോ? 2ാമത്തെ തലമുറ പഠിപ്പിച്ചതോ? 3ാമത്തെ തലമുറ പഠിപ്പിച്ചതോ? ആര് പഠിപ്പിച്ചാണ് ഈ 5 അവതാരങ്ങളെ? ഈ അവതാര സങ്കല്പം ആരാണ് ഉണ്ടാക്കിയത്? ആരാണ് ലൈറ്റും കെടുത്തിട്ട് ഇരുട്ടത്ത് പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ഇവരെ വിളിച്ചത്? യാ അലി എന്ന് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? യാ ഹുസൈൻ എന്ന് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? 15ാം നൂറ്റാണ്ടിൽ കുരിശ് വിപ്ലവം വിജയിച്ചു. 16ാം നൂറ്റാണ്ടോടുകൂടി ലോകത്തിന്റെ ചെങ്കോല് യൂറോപ്പിന്റെ കയ്യിലായി. പേർഷ്യൻ രാജാക്കന്മാർ
അവരെ വെച്ചുകൊണ്ട് യൂറോപ്പ് കളിച്ചു. ജൂത സമൂഹത്തിന്റെ സപ്പോർട്ടോടെ പേർഷ്യൻ രാജാക്കന്മാരിലൂടെ ശിർക്കും ബിദ്അത്തും ലോകത്തെ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയിനകത്ത് അവർ ജയിച്ചു. 16-ാം നൂറ്റാണ്ടോടുകൂടി ലോകത്തിന്റെ നാനാഭാഗത്ത് ബിദ്അത്ത് കയറ്റുമതി ചെയ്തു അവർ, ശിർക്ക് കയറ്റുമതി ചെയ്തു അവർ, യാ അലി വിളിപ്പിച്ചു അവർ ലോകത്തെ. ചരിത്രത്തിൽ നമുക്ക് കാണാം, അഹമ്മദാബാദ്, സൂറത്ത് പോലുള്ള സ്ഥലങ്ങൾ ഇന്നും യാ അലി വിളിക്കാരാ, യാ ഹുസൈൻ കുത്തിബെത്തുകാരാ. ആരാണ് അലി? അഷ്റഫുൽ ഹക്കിന്റെ പ്രിയപ്പെട്ട പുതിയാപ്പിള, പ്രിയപ്പെട്ട സഹാബി, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സഹാബി, 4ാമത്തെ ഖലീഫ. അവരെ അള്ളാഹുവിന്റെ അവതാരമാക്കി അവർ വിളിച്ചു. രാത്രി ഇരുട്ടത്ത് പുരോഹിതന്റെ നേതൃത്വത്തിൽ അനുയായികൾ വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ശക്തി തീവ്രമായി ഹുസൈന്റെ കാര്യത്തിൽ. ഹുസൈൻ അവര് വെറുതെ വിളിച്ചില്ല, അലിഗിനെ വിളിച്ചതുപോലെ വിളിച്ചില്ല. ബ്ലേഡും കത്തിയും ഉപയോഗിച്ച് വിളിച്ചു, കഠാരിയും കൊടുവാളും ഉപയോഗിച്ചിട്ട് വിളിച്ചു. അവർ നെഞ്ചത്തും കഴുത്തിനും ഒരു കുത്തി മുറിവേൽപ്പിച്ചു അവർ. എന്നിട്ട് യാ ഹുസൈൻ വിളി നടത്തി. ഏതാണ്ട് 17-18 നൂറ്റാണ്ടാകുമ്പോഴേക്ക് ഇത് പേർഷ്യൻ സമൂഹത്തിന്റെ വകയുള്ളതാണെന്നുള്ള തിരിച്ചറിവ് കേരള സമൂഹത്തിനുണ്ടായി. അവർ അലിയിനെ ഒഴിവാക്കി, അവർ ഹുസൈനെ ഒഴിവാക്കി. ജഹാലത്തിന്റെ അഹ്ലുകാർക്ക് സാധാരണക്കാരന്റെ വിവരക്കേടിനെ ചൂഷണം ചെയ്യാൻ, പാവപ്പെട്ട സമുദായത്തിന്റെ വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്ത് ആർത്തി തീർക്കാൻ, അലച്ച തീർക്കാൻ, കാമം തീർക്കാൻ ഈ പ്രിയപ്പെട്ട സമുദായത്തെയാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. പൗരോഹിത്യം അലിയിനെയും ഹുസൈനെയും വിളിച്ചാൽ അതിന്റെ ലോകത്ത് വിലപ്പോകില്ല എന്ന് കണ്ടപ്പോൾ 200 കൊല്ലം മുമ്പ് തമിഴ്നാട്ടുകാരനായ സദഖത്തുള്ള യാ അലിക്ക് പകരം യാ മൊഹീദ്ദീൻ വിളിപ്പിച്ചു, യാ ഹുസൈന് പകരം യാ റിഫായി വിളിപ്പിച്ചു. ആരാണ് സുഹൃത്തുക്കളെ പാരമ്പര്യം? എവിടെയാണ് പൈതൃകത്വം? എവിടെയാണ് പാരമ്പര്യം? എങ്ങോട്ടാണ് ചെന്ന് ചേരുക? ലൈറ്റിന്റെ അടുത്ത് ഇരുട്ടത്ത് യാ മൊഹീദ്ദീൻ വിളിച്ചു. പണ്ട് ഇരുട്ടത്ത് അവർ യാ ഹുസൈൻ വിളിച്ചു. ഇന്ന് യാ റിഫായി വിളിച്ചു, അന്ന് യാ ഹുസൈൻ വിളിച്ചു. അന്ന് അലിയുടെ തരീക്കയിൽ കുത്തുമുറിയും ഉണ്ടായില്ല, മൊഹീദ്ദീൻ തരീക്കയിൽ കുത്തുമുറിയും ഉണ്ടായില്ല. ഹുസൈന്റെ തരീക്കയിൽ കുത്തും മുറിയും വാളും പയറ്റുണ്ടായി. റിഫായി തരീക്കയിൽ കുത്രാത്തീപും മറ്റതറാത്തീപും ഉണ്ടായി. എവിടെയാണ് സുഹൃത്തുക്കളെ പാരമ്പര്യം? എവിടെയാണ് നാം സലഫിയത്തിന്റെയും ജഹാലത്തിന്റെയും രണ്ട് അറിവുകൾ വേർതിരിച്ചറിവുണ്ടാവേണ്ടത്? ആദ്യം പറഞ്ഞ അൽ ഫർഖു ബൈനൽ ഇൽമി വൽ ജഹൽ, അത്രയുള്ള കാര്യം. വിമർശനമോ കാര്യങ്ങളോ അല്ല. ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്നുകളെ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമാക്കി മാറ്റി നല്ലൊരു നാളേക്ക് വേണ്ടി ചരിത്രം നിർമ്മിക്കാൻ ഈ ഉമ്മത്താണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഇനിയൊരു നബി വരില്ല, ഇനിയൊരു റസൂല് വരില്ല, ഇനിയൊരു ശരീഅത്ത് വരില്ല. ഈ നൂവത്തിൽ നിന്നുകൊണ്ട്, ഈ റിസാലത്തിൽ നിന്നുകൊണ്ട്, ഈ ശരീഅത്തിൽ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പുനഃസ്ഥാപിക്കപ്പെടണം, പകരമുള്ളത് വർജിക്കപ്പെടണം. എങ്കിൽ നാം നമ്മുടെ ഉത്തരവാദിത്തം പൂർത്തിയാക്കിയവരായി. ഇത്രയുള്ളൂ കാര്യം. ഇതിനോട് ഖിയാസാക്കിക്കൊള്ളുക ബാക്കി മുഴുവൻ കാര്യങ്ങളും. ഇത്രേ ചിന്തിക്കേണ്ടുള്ളൂ. സാധാരണ നമ്മൾ നാടുകളിൽ കണ്ടുവരുന്ന ഒരു വിഷയം എന്താണ്? എന്തെങ്കിലും പ്രശ്നം വന്നു, കുട്ടികൾക്കൊരു പുതിയാപ്പള്ളം കിട്ടണം, അല്ലെങ്കിൽ ഒരു വീട് പണി പൂർത്തിയാകണം, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ഒരു വിസ കിട്ടണം. ആദ്യം ആരെ സമീപിക്കുക? തൊട്ടടുത്തുള്ള ഏതെങ്കിലും വിവരമുള്ളവനെ സമീപിക്കും. അവരെന്തു പറയും? നമുക്കൊരു കുത്തുവെത്തി അയക്കാം. എന്ന് വെച്ചാൽ ലൈറ്റിന്റെ അടുത്ത് ഇരുട്ടത്ത് നമുക്ക് 1000 തവണ മൊഹീദ്ദീനെ വിളിക്കാം. ആരെ വിളിച്ചതുപോലെ? പണ്ട് ഷിയത്തു അലി 1000കണക്കിന് തവണ അലിയെ വിളിച്ചതുപോലെ, തുടർന്ന് ഹുസൈനെ വിളിച്ചതുപോലെ. അത് മാർക്കറ്റിൽ നിന്ന് ചെലവാകാതെ പോയപ്പോൾ പകരം വന്നത് മൊഹീദ്ദീനും റിഫായിയും. അല്ലെങ്കിൽ പിന്നെന്താ? അല്ലെങ്കിൽ മാതൃക ഏതാണ്? ചുരുക്കത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് സലഫിയത്തിന്റെ രാജപാതയിൽ അഷ്റഫുൽ ഖൽഖിലെത്തണം, ജഹാലത്തിന്റെ പാതയിൽ, ഇരുണ്ട പാതയിൽ ഖവാരിജുകളിലെത്തണം. ഖവാരിജുകൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ജഹാലത്തിന്റെ തുടക്കമുണ്ടായത്. ഖവാരിജുകൾ അവരാണ് പിറകിൽ യാ അലി കുത്തുബിയത്തിന്റെയും യാ ഹുസൈൻ കുത്തുബിയത്തിന്റെയും തുടർച്ചയായി യാ മൊഹീദ്ദീൻ കുത്തുബിയത്തിന്റെയും യാ റിഫായി കുത്തുബിയത്തിന്റെയും വക്താക്കളായി മാറിയത്. ഈ രണ്ട് നെടും പാതകളെ പറ്റി ബോധവാന്മാരാകണം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. ഒന്ന് ശുക്രിന്റെ വഴിയാണ്, അത് പ്രവാചകന്മാരുടെ കയ്യിലാണ്, ആയുധം ഈമാനും അഅമാലുമാണ്. മറ്റേത് ശൈത്താന്റെ കയ്യിലാണ്, ആയുധം മാലും മുൽക്കുമാണ്, ഉപയോഗം ശിർക്കും കുഫ്റും. പ്രകാശിക്കുന്ന ഈമാൻ അല്ലാഹു നസീബാക്കി തരട്ടെ. വേർതിരിച്ചറിവിലൂടെ ഈമാൻ അതിലൊരു അധ്യായങ്ങൾ കൂട്ടിച്ചേർത്ത് പൂർണ്ണമായ രീതിയിൽ കാലഹരണപ്പെട്ടു പോയ പരിശുദ്ധിയിൽ നിന്ന് പുതിയ കാലഘട്ടത്തെ ഉണർത്തിയെടുത്ത് സലഫിയത്തിലെ പിൻതലമുറകളുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറാൻ നമ്മുടെ ഖൽബിന് അനുവാദം കൊടുക്കണം. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ